അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അബ്നിയത്തുൽ മസ്വാദിർ എന്ന നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബാബിൽ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായി സുലാസിയായ ഫിഇലുകളുടെ മസ്ദർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് മുതൽ സുലാസിയല്ലാത്ത റുബാഇയും അനുബന്ധമായ വസനുകളിലുള്ള ഫിഇലുകളുടെയും മസ്ദർ എങ്ങനെയാണ് എടുക്കുക എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. 5ഓളം ബൈത്തുകളും അതിൻ്റെ കുറച്ചു ദൈർഘ്യം കൂടിയ ഷർഹുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ കാര്യമായി നമ്മൾ പറയുന്നത് ഫഅല എന്ന വസന്, അത് സ്വഹീഹ് ഉണ്ടാവും, മുഅ്തല്ലുണ്ടാവും. ആ ഫഅല വസനിൻ്റെ മസ്ദർ എങ്ങനെയായിരിക്കും ഏകദേശം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ അഫ്അല എന്ന വസനിൻ്റെ, തഫഅല എന്ന വസനിൻ്റെ, ഇസ്തഫ്അല, ഇഫ്തഅല, ഇൻഫഅല എന്ന വസനുകളുടെ, അതുപോലെ തഫഅലല എന്ന വസനുകളുടെ ഇതിൻ്റെയൊക്കെ മസ്ദറുകൾ എങ്ങനെയായിരിക്കും. സ്വറഫിൽ പഠിച്ചത് പ്രകാരം ഒരു മസ്ദർ ഉണ്ടാവും. ഓക്കെ, അതാണ് ഏറ്റവും പരിഗണനീയമായ മസ്ദർ. അതല്ലാതെ പലയിടങ്ങളിലും ഉപയോഗിക്കപ്പെടുന്ന മസ്ദറുകൾ ഏതൊക്കെയാണ്, ഇതെല്ലാം വ്യക്തമായി വിശദമായി നമ്മുടെ കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വായിച്ചു പോവുക എന്നത് മാത്രമാണ് ശേഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് വായിച്ച് നമുക്ക് പെട്ടെന്ന് നിർത്താം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഗൈറു ദീ സലാസത്തിൻ മഖീസു മസ്ദരിഹി ഖുദ്ദിസത് തഖ്ദീസു. വഗൈറു ദീ സലാസത്തിൻ, സുലാസി അല്ലാത്തത്. ഗൈറു ദീ സലാസത്തിൻ എന്ന് പറഞ്ഞാൽ സുലാസി അല്ലാത്തത്, റുബായിയും അതിൻ്റെ മുകളിലേക്കുള്ളതും. അതൊക്കെ മഖീസു മസ്ദരിഹി, അതിൻ്റെ മസ്ദറുകളെല്ലാം ഖിയാസാണ്. എന്ന് വെച്ചാൽ എന്താ, ഒരു മസ്ദറിൻ്റെ ഫോർമാറ്റ് നമ്മൾ പറയും, അതേപോലെ അതൊരു 3 2 1 ഒക്കെ ഉണ്ടാവും. ആ രൂപത്തിൽ നിങ്ങൾക്ക് ആ വസനിൽ വരുന്ന എല്ലാ ഫീലുകളുടെയും മസ്ദർ ഉണ്ടാക്കാം. ഉദാഹരണം പറയാം. ഖുദ്ദിസത് തഖ്ദീസു, ഫഅല വസനിൻ്റെ മസ്ദറാണ് തഫ്ഈൽ. ഫഅല യുഫഇലു തഫ്ഈൽ. അതുപോലെ മറ്റൊരു മസ്ദറാണ് അതിൻ്റെ സക്ക, അതും ഫഅല വസനാണ്. പക്ഷേ അവിടെ തഫ്ഈൽ നല്ല വരുന്നത് തസ്കിയത്ത്, തഫ്ഇലത്ത് വസനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 രൂപത്തിൽ, മൂന്നാമതൊരു രൂപമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 രൂപങ്ങൾ നമ്മൾ ആദ്യം പറയും ഈ ഒരു വസന്. ഈ 4-ആൽ ഒരു വസനിലായിരിക്കും, ഒരു സീഗയിലായിരിക്കും ഇതിൻ്റെ മസ്ദർ നിങ്ങൾക്ക് ഖിയാസാക്കേണ്ടി വരും. അതേപോലെ അജ്മിൽ അല്ലേ, അഫ്അല വസനാണ്. അഫ്അല എന്ന വസനിൻ്റെ അംബ്രാണ് അഫ്ഇൽ. അതിൻ്റെ പിന്നെ എങ്ങനെയാണ് വരിക, ഇഫ്ആലൻ, ഇജ്മാലൻ. അതേപോലെ തഫഅല, തഫഅലൻ്റെ തഫഉൽ എന്നാണ് വരിക. തജമ്മല, തജമ്മുല. അടുത്തത് വസ്തഇദ് ഇസ്തിആദതൻ, ഇസ്തഫഅല വസന്. പക്ഷേ അതിനൊരു ചെറിയ പ്രശ്നമുണ്ട്, അത് മുഅ്തല്ലാണ്. ഇസ്തആദ അല്ലേ, ആദ എന്നുള്ളത് മുഅ്തല്ലുലൈനാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇസ്തിഫ്ആൽ നല്ല വരിക ഇസ്തിആദതൻ, ഇസ്തിആലത്തൻ എന്ന വസനിലാണ് വരിക. അതേപോലെ അഖീം, അഫ്അല വസൻ തന്നെയാണ്, പക്ഷെ അതും മുഅ്തല്ലുലൈനാണ്. അതിൻ്റെ ഇഫ്ആൽ നല്ല വരിക ഇഖാമത്ത് എന്നാണ് വരിക. ഇതിലൊക്കെ ഈ ഇസ്തിആദത്ത് എന്നുള്ളതിലും ഇഖാമത്ത് എന്നുള്ളതും, അഥവാ മുഅ്തല്ലുലൈനായതിൽ താ കൂടിയിട്ട് ലസിം, അതെപ്പോഴും താഇനോട് കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓരോ ഇതിലിപ്പോൾ ബെയ്ത്തിൽ പറയുന്നതിൻ്റെ ഒരു രീതികൾ ശ്രദ്ധിക്കണ്ട, നമ്മളിങ്ങനെ വായിച്ചു പോകുന്നേ ഉള്ളൂ. ബെയ്ത്ത് ഷറഹിലേക്ക് വരുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടും. അടുത്തത് വമാ യലിൽ ആഖിറു മുദ്ദ വഫ്തതഹ കസ്രിത്തിൽ വിസാനി മിൻ മഫ്തൂതിഹ ബിഹംസി വസ്ലിൻ. വമാ യലിൽ ആഖിറു, അവസാനത്തത് ചേരുന്നത്, അഥവാ അവസാനത്തതിൻ്റെ മുമ്പുള്ളതിന് മുദ്ദ നിങ്ങൾ മദ് കൊടുക്കുക, വഫ്തതഹ ഫത്തുഹും കൊടുക്കുക. എങ്ങനെ, മ കസ്രി തിൽവിസാനി, രണ്ടാമത്തതിന് ശേഷമുള്ളതിന് കസർ കൊടുക്കുന്നതോടുകൂടെ. അപ്പോൾ മൂന്നാമത്തതിന് കസറും അവസാനത്തിൻ്റെ തൊട്ട് മുമ്പ് ഒരു അലിഫുട്ട് കൊടുക്കുക. ഏതിന്, മിമ്മഫ്തുതിഹ ബി ഹംസി വസ്ലിൻ, ഹംസത്തിൽ വസ്ൽ കൊണ്ട് ഫത്ത്ഹ് ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇഫ്തതഹ, ഇസ്തഫ്അല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത്. ഉദാഹരണം കസ്തഫ, ഇസ്തഫ, അത് ഇസ്തഫ്അല വസനാണ്. അതിനെങ്ങനെ കൊടുക്കേണ്ടത്, ഇസ്തിഫ്ആൽ എന്നാണ്.
അടുത്തത് സുമ്മമ യർബഉ റുബായി ആയത് ഫി അംസാലിക്കത് തലംലമ തലംലമ എന്നുള്ളതിൽ തലംലുമ് എന്നുള്ളതൊക്കെ നമുക്ക് എന്താണ് അതൊക്കെ കിയാസാണ് എന്നുള്ളതാണ്. ബെയ്ത്തൊന്ന് പെട്ടെന്ന് വായിച്ചു പോവുക മാത്രമാണ് ചെയ്തത്. നമുക്ക് കാര്യമായി ശ്രദ്ധ ചെലുത്തേണ്ടത് ഷറഹിലാണ്. ദക്കറ ഫി ഹാദിഹിൽ അബിയാത്ത് ഈ ബെയ്ത്തുകളിലൂടെ നമ്മൾ പറഞ്ഞത് മസാദിർ ഗൈറി സുലാസി അല്ലാത്തവയുടെ മസ്തറുകളാണ്. വഹിയ മക്കീസത്തുൻ കുല്ലുഹ അവയെല്ലാം കിയാസാക്കപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ ഒരു 4 വസിന് കിട്ടിയാൽ ആ വസിനനുസരിച്ച് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തത് ഫമാക്കാന അല വസിനി ഫഅല എന്ന വസിനിലുള്ളത് ഇമ്മ ഇയക്കൂന സഹീഹൻ മുഅത്തല്ല സഹീഹ് ഉണ്ടാവും മുഅത്തല്ലുണ്ടാവും. ഫഇൻകാന സഹീഹൻ ഫമസ്തറുഹു അല തഫ്ഈൽ സഹീഹാണെങ്കിൽ അതിൻ്റെ മസ്തർ തഫ്ഈൽ എന്ന വസനിലായിരിക്കും. ഉദാഹരണം ഖദ്ദസ തഖ്ദീസ് വമിൻഹു ഖൗലുഹു തആല കല്ലമല്ലാഹു മൂസ തക്ലീമ മൂസ നബിയോട് അള്ളാഹു ഒരു സംഭാഷണം നടത്തി. അപ്പോൾ അങ്ങനെ വരും. തഫ്ഈൽ എന്ന വസനിൽ വരും. ചിലപ്പം അലാ വസ്നി ഫിആൽ എന്ന വസനിലും വരും. ഉദാഹരണം കദ്ദബൂ ബി ആയാതിന കിദ്ദാബ അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ഒരു കളവാക്കി. അതേപോലെ അല ഫിആൽ അല്ല ഫിആൽ എന്ന വസനിൽ വരും. ഐനിന് തഖ്ഫീഫോട് കൂടെ കദ്ദബൂ ബി ആയാതിന കിദാബ എന്നല്ല കിദാബ എന്നും. അതാണ് സഹീഹായാൽ. ഇനി മുഅത്തല്ലാണെങ്കിൽ മസ്തർ അതേപോലെ തന്നെയാണ്, പക്ഷേ അതിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. യുഹ്ദഫു യാ ഉ തഫ്ഈലിലുള്ള യാ ഉണ്ടല്ലോ, തഫ്ഈൽ ഐന് കഴിഞ്ഞിട്ടുള്ള യാ അത് പോവും. എന്നിട്ട് അവ്വലു അൻഹ താ അതിന് പകരമായിട്ട് അവസാനം താ വരും. അപ്പോൾ തഫ്ഈൽ എന്നുള്ളതിന് പകരം തഫ്ഇലത്ത് എന്ന് വരും. സക്ക തസ്കിയത്ത് സക്ക എന്നുള്ളത് എന്താണ്? സക്ക എന്നുള്ളത് മുഅത്തല്ലാണ് അല്ലേ? സക്ക എന്നാണ് അതിൻ്റെ ഒറിജിനൽ ഫേല് സക്ക. ചിലപ്പം അങ്ങനെ മുഅത്തല്ലാണെങ്കിലും അതിൻ്റെ മസ്തർ തഫ്ഈൽ എന്ന വസനിൽ വരാറുണ്ട്. ഉദാഹരണം ബാത്തത്ത് തുനസ്സീദൽവഹ തൻസിയത്തൻ എന്നല്ല അവിടെ വന്നത്, തൻസിയ എന്നാണ് വന്നത്. തഫ്ഈൽ എന്ന വസനിലാണ് വന്നത്. കമാ തുനസ്സി ഷഹ്ലത്തുൻ സബിയ അത് ഒരാളിങ്ങനെ വള്ളം കോരുമ്പോൾ ആ പാട്ടുണ്ടല്ലോ, ആ പാട്ടങ്ങനെ ആട്ടുന്നത് എന്തുപോലെയുണ്ട്? ഒരു വയസ്സായ തള്ള ഒരു ചെറിയ കുട്ടീനെ ഇങ്ങനെ കയ്യിലിട്ട് ആട്ടുന്നത് പോലെയുണ്ട്. അങ്ങനെ തോന്നുമല്ലോ നമുക്ക്, ഒരു കുഞ്ഞിനെ കയ്യിലിട്ട് ആട്ടുന്നത് പോലെ പാട്ട ആട്ടുന്നു എന്നാണ്. വെറുതെ ഏതോ ഒരു കവിതയുടെ വാക്യാണ്. ബാത്തത്ത് തുനസ്സി ദൽവഹ തൻസിയ അവളുടെ പാട്ട ആട്ടാൻ തുടങ്ങി. എങ്ങനെ? കമാ തുനസ്സി ഷഹ്ലത്തുൻ ഒരു വൃദ്ധയായ സ്ത്രീ ആട്ടുന്നത് പോലെ, കയ്യിലിട്ടാട്ടുന്നത് പോലെ, സ്വബിയ ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനെ. അവിടെ ഇപ്പോൾ കണ്ട തൻസിയത്തൻ എന്നല്ല വന്ന് തൻസിയ എന്നാണ് വന്നത്. നസ്സ എന്നുള്ളത് മുഅത്തല്ലായ ഫഅല വസനിലുള്ള ഫെയിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രകാരം തൻസിയത്തൻ എന്നാണ് വരേണ്ടത്, പക്ഷെ തൻസിയ തഫ്ഈൽ എന്ന വസനിൽ വന്നു. തീർന്നില്ല. ഇനി ഫഅല വസന് തന്നെ മഹ്മൂസ് ആണെങ്കിൽ, അങ്ങനെ ഉണ്ടല്ലോ മഹ്മൂസ് ആണെങ്കിൽ, അത് വലം യദ്കുറുൽ മുസന്നിഫ് ഹുന ബെയ്ത്തിൽ മുസന്നിഫ് പറഞ്ഞിട്ടില്ല. പക്ഷെ മഹ്മൂസ് ആണെങ്കിൽ അതിൻ്റെ കൂടി മസ്തർ എങ്ങനെ ആയിരിക്കും എന്ന് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ മസ്തർ തഫ്ഈൽ എന്ന വസനിലും ഉണ്ടാവും, തഫ്ഈലത്ത് എന്ന വസനിലും ഉണ്ടാവും. ഏതുപോലെ? ഫഅല എന്ന വസന് മുഅത്തല്ലാണെങ്കിൽ എങ്ങനെയാണോ അതുപോലെ. ഉദാഹരണം ഖത്തഅ തഖ്തീഅൻ എന്നും പറയാം, തഖ്തിഅതൻ എന്നും പറയാം. ജസ്സഅ തജ്സീഅൻ എന്നും പറയാം, തജ്സിഅതൻ എന്നും പറയാം. നബ്ബഅ തൻബീഅൻ എന്നും പറയാം, തൻബിഅതൻ എന്നും പറയാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഫഅല കഴിഞ്ഞു. അടുത്തത് അഫ്അല. കൂടുതലൊന്നും പറയാനില്ല. അതിൻ്റെ മസ്തർ ഇഫ്ആൽ എന്നായിരിക്കും. ഫഖിയാസ് മസ്തരിഹി അല ഇഫ്ആൽ അക്രമ ഇക്റാമ അജ്മല ഇജ്മാല അഴ്ത്ത എഴുത്ത എപ്പോൾ സ്വഹീഹാകുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഅത്തല്ലുൽ ഐനാകുമ്പോഴോ? മുഅത്തല്ലുൽ ഐനാണെങ്കിൽ ഫഇൻകാന മുഅത്തല്ലൽ ഐനി വഅല വസ്നി അഫ്അല നുക്കിലത്ത് ഹറക്കത്തു ഐനിഹി ഇലാ ഫാഇൽ കലിമത്തി വഹുദിഫത്ത്. അഥവാ ഒന്നുമില്ല, അവർ പറയുന്നത് ഇപ്പോൾ ഉദാഹരണം കാമൻ്റെ അഫ്അല വസ്ന് അഖാമ, അതെന്തായിരിക്കും? അതിലിപ്പോൾ ഐൻ ഫീലില്ല അല്ലേ? ഐൻ ഫീലില്ല കാമ അല്ലേ? അതിനെന്ത് ചെയ്യും? ആ ഐൻ ഫീലിനെ കളഞ്ഞിട്ട് പകരം എന്തിട്ട് കൊടുക്കും? ഒരു താ ലാസ്റ്റ് ഇട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. അഖാമ ഇഖാമത്തൻ. അപ്പോൾ ഇഖാമത്ത് എന്നുള്ളതിൽ കളഞ്ഞു. ഇഖ്വാമൻ അല്ലേ? 2 അലിഫുമാണ് അവിടെ ശരിക്ക്. ഒന്ന് ഇഫ്ആൽ എന്ന വസിനുള്ള ഇഫ്ആൽ എന്ന മസ്തറിലുള്ള അലിഫും വേണം, പിന്നെ കാമൻ്റെ അലിഫും വേണം. ഇത് ഒരു അലിഫ് കളഞ്ഞു എന്നിട്ട് അവസാനം ഒരു താ ഇട്ട് കൊടുത്തു. ലുക്കിലത്ത് ഹറക്കത്തു ഐനിഹി അതിൻ്റെ ഐൻ ഫീലിൻ്റെ ഹറക്കത്ത് മാറ്റി ഇലാ ഫാഇൽ കലിമത്തി
എങ്ങോട്ട് മാറ്റി? ഫാ ഫീലിലേക്ക് മാറ്റി. ഹുദിഫത്ത് എന്നിട്ട് ഐൻ ഫീൽ കളഞ്ഞു. ഉവ്വിൽ അൻഹ ആ ഐൻ ഫീലിന് പകരം കൊണ്ടുവന്നു താ ഉത്ത ഇനീത്തി, ഒരു അവസാനം ഒരു താ കൊണ്ടുവന്നു. അതാണ് അഖാമ ഇഖാമത്തൻ. വൽ അസ്ലു ഇഖ്വാമെന്നായിരുന്നു. അങ്ങനെ ഈ വാവ് അഥവാ ഐൻ ഫീൽ അതിൻ്റെ ഹർക്കത്തായ ഫത്തഹിനെ നമ്മൾ എന്തിട്ട് കൊടുത്തു? ഫാ ഫീലായ ഖാഫ് ഇന്നിട്ട് കൊടുത്തു അല്ലേ? എന്നിട്ട് വഹുദിഫത്ത് ആ വാവിനെ കളയുകയും ചെയ്തു. വവ്വിലാവിൻഹത്ത ഉത്തനീസി വസാറ ഇഖാമത്തൻ എന്നായി മാറി. ഇതാണ് മുസന്നിഫ് പറഞ്ഞത് അക്കിം ഇഖാമത്ത് എന്നുള്ളതുകൊണ്ടുള്ള ഉദ്ദേശം ഇതാണ്. ഗാലിബൻ ദത്താ ലസിം എന്നാണ് പറഞ്ഞത്. മിക്കവാറും ഒരു താ ഉണ്ടാവുന്നതാണ്, അവസാനം താ ഉണ്ടാവുന്ന പറഞ്ഞത്. ഇഷാറത്തനില ദക്കർനാഹുമിൻ അന്ന താഅത്തു അവ്വലു ഗാലിബ വഖദ് ജാഅ ഹദ്ഫുഹ. അഥവാ അതിൻ്റെ അർത്ഥം ഗാലിബ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ? മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെ തന്നെയാണ്. പക്ഷെ ചില സമയങ്ങളിൽ വേണമെങ്കിൽ കളയുകയും ചെയ്യാം. ഉദാഹരണം ഇഖാമി സ്വലാത്തി, അവിടെ അള്ളാഹുവിൻ്റെ ആയത്തിൽ നിന്ന് കിട്ടുന്നത് അല്ലേ? അഖാമ എന്നുള്ളതിൻ്റെ മസ്തറായ ഇഖാമത്ത്, അവിടെ താ ഇല്ല. അപ്പോൾ താ ഇല്ലാതെയും വേണമെങ്കിൽ വരാം. അങ്ങനെ അഫ്അലയും കഴിഞ്ഞു. അടുത്തത് തഫഅല. തഫഅലയുടെ മസ്തർ തഫഉലായിരിക്കും, ബിളമ്മിലായിനി തഫഉല്. ഓക്കെ, തജമ്മല തജമ്മുല്, തഅല്ലമ തഅല്ലുമ്, തകറമ തകറുമ്. ഓക്കെ, വഇൻകാന ഫി അവ്വലിഹി ഹംസത്തു വസ്ലി. അപ്പോൾ തഫഅല കഴിഞ്ഞു. ഇനിയുള്ളത് ഇഫ്തഅല, ഇസ്തഫഅല, അങ്ങനത്തെ. വഇൻകാന ഫി അവ്വലിഹി ഹംസത്തു വസ്ലി. തുലാസി അല്ലാത്ത ഒരു ഫീലിൻ്റെ മുമ്പിൽ ഹംസത്ത് വസ്ൽ ഉണ്ടായാൽ കുസിറ സാലിസുഹു, അതിൻ്റെ മൂന്നാമത്തെ ഫീല്, മൂന്നാമത്തെ ഹർഫ്, മൂന്നാമത്തെ ഫീലല്ല, മൂന്നാമത്തെ ഹർഫിന് കസറിയും. വസീദ അലിഫും കബ്ല ആഖിരി, അവസാനത്തതിന് തൊട്ട് മുമ്പ്. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ഹർഫിന് എന്ത് ചെയ്യും? സെക്കൻഡ് ലാസ്റ്റിൽ ഒരു അലിഫിന് എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയും ചെയ്യും. സവാ അൻകാനാല വസിന് ഇംഫാല, ഇഫ്താല, ഇസ്തഫാല, ഈ വസിനിലൊക്കെ ആണെങ്കിൽ. ഉദാഹരണം ഇൻ ത്വലഖ എന്നുള്ളിടത്ത് ത്വാ അല്ലേ, അതാണ് മൂന്നാമത്തെ ഹർഫ്. അതിന് അവിടെ ഇപ്പോൾ ഉള്ളത് ഫത്ത്ഹാണ്, അവിടെ കസറിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ലാമിൻ്റെയും കാഫിൻ്റെയും ഇടയിൽ ഒരു എക്സ്ട്രാ അലിഫ് ഇട്ട് കൊടുക്കും. ഇൻ ത്വലഖ ഇൻ തുലാഖ, ഇസ്തഫ ഇസ്തിഫാ, ഇസ്തഖ്റജ ഇസ്തിഖ്റാജ. കണ്ട, അവിടെയൊക്കെ നമ്മൾ ആ പറഞ്ഞ സാധനമുണ്ട്. അതാണ് വമായിലിൽ ആഖിറു മുദ്ദഫ വഫ്തഹ എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. വഇൻകാന ഇസ്തഫ്അല, ഇനി ഇസ്തഫ്അലയാണെങ്കിൽ അവിടെ ഒരു ചെറിയ കാര്യം കൂടി പറയുന്നുണ്ട്. മുഅത്തല്ലൽ ഐനാണെങ്കിൽ നുക്കിലത്ത് ഹറക്കത്തു ഐനിഹി ഇലാ ഫാഇൽ കലിമ. അഖാമൻ്റെ അവിടെ പറഞ്ഞ അതേമാതിരിയുള്ള പരിപാടിയാണ് ഇവിടെ ഉണ്ടാവുക. അവിടെ ഐൻ ഫീലിൻ്റെ ഹർക്കത്ത് ഫാ ഫീലിന് ഇട്ട് കൊടുക്കും. വഹുദിഫത്ത് എന്നിട്ട് ഐൻ ഫീലിനെ കളയും. വഉവ്വിൽ അൻഹ താഉ തൈനീസി, അവിടെ എവിടെ അഖാമൻ്റെ അവിടെ എന്താണോ പറഞ്ഞത് അതെന്നെ ഇവിടെ ആ താഉ തൈനീസ് അവസാനം ഇട്ട് കൊടുക്കും. ഇസ്തആദ ഇസ്തിആദതൻ, വൽ അസ്ലു ഇസ്തിഅവാദ എന്നായിരുന്നു. അവിടെ വാവിൻ്റെ ഹർക്കത്തായ ഫത്തഹിന് നമ്മൾ ഐനിന് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇസ്തിആ എന്നായി. എന്നിട്ട് വാവിനെ കളഞ്ഞു. അപ്പോൾ ഇസ്തിആ. അപ്പോൾ ഈ കളഞ്ഞ വാവിന് പകരം എന്നിട്ട് കൊടുക്കണ്ടേ? അതിന് ദാലിന് ശേഷം ഒരു താ, ഇസ്തിആദതൻ. ഓക്കെ, വഹാദ മഅനാ ഖൗലിഹി വസ്തഇദ് ഇസ്തിആദതൻ. അപ്പോൾ അത്രയും കഴിഞ്ഞു. ഇനി അവസാനം ഒന്ന് മാത്രം ബാക്കി. വലുമ്മ യർബഉ ഫി അംസാലിക്കത് തലംലമ. തലംലമ പോലെയുള്ള യർബഉ റുബായിയായ കാര്യങ്ങളിൽ ലുമ്മ, ഈ മൂന്നാമത്തതിന് ലമ്മാണ് ഇട്ട് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ ഹർഫിന് തഫഅലല എന്നുള്ള വസിലാണെങ്കിൽ യകൂനു മസ്തറുഹു അല തഫഅലുൽ ബില്ലമ്മി റാബി. മൂന്നാമത്തെ അല്ല, ബില്ലമ്മി റാബിഹി. നാലാമത്തതിന് ലമ്മിട്ട് കൊടുക്കും. തലംലമ തലംലുമ, തദഹ്റജ തദഹ്റുജ. അപ്പോൾ എല്ലാം നമ്മൾ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. നേരെ കൃത്യമായി വായിക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.